2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നുള്ളത് നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കണ്ണൂർ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കണ്ണൂർ ഇത്തവണ എന്താണ് അട്ടിമറി, കണ്ണൂർ ഇത്തവണ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ട് പ്രകാരം കണ്ണൂരിലെ 11 നിയമസഭാ സീറ്റുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവിടെ ഭൂരിഭാഗം സീറ്റുകളിലും LDF ആയിരുന്നു കഴിഞ്ഞ 2021 വിജയിച്ചിരുന്നത്. അതായത് 9 സീറ്റുകളിൽ LDFും UDF 2 സീറ്റുകളിലുമായിരുന്നു കഴിഞ്ഞ 2021 ഇവിടെ വിജയിച്ചത്. അവിടുന്ന് 2026 വരുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓരോ സ്ഥലം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അഴീക്കോട് നോക്കുമ്പോഴത്തേക്കും നിലവിൽ അവിടെ LDF ആണ്. പക്ഷേ ആ സീറ്റ് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. BJP വോട്ടുകൾ അവിടെ നിർണായകമാവും. ഇനി തളിപ്പറമ്പ് നോക്കുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അവിടെ LDFിന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കൊടുത്തിരിക്കുന്നു. ഇനി കണ്ണൂർ നിലവിൽ LDFിൻ്റെ കൈവശമാണ്, പക്ഷേ അത് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി ധർമ്മടം നോക്കുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അവിടെ ആ സീറ്റ് LDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ട് ശതമാനം കുറയും. ഇനി മട്ടന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റിൽ ഒരു LDFിൻ്റെ കൈവശം നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി പേരാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDFിൻ്റെ കൈവശമാണ്. അത് UDF നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. ഇനി പയ്യന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് അത് UDFിലേക്ക് മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരിക്കൂർ നിലവിൽ UDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി കല്യാശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി തലശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അത് ആ സീറ്റ് LDF നിലനിർത്താനാണ് സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. അതിന് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ 11 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും 2021 9 സീറ്റുകൾ LDFും UDF 2 സീറ്റുകളുമായിരുന്നു. എന്നാൽ ഇത് 2026 ആകുമ്പോഴത്തേക്കും മാറ്റമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 സീറ്റുകൾ എന്നുള്ള കണക്കാണ് പറയുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 സീറ്റുകൾ എന്നുള്ള കണക്കാണ് പറയുന്നത്. അത് LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിന് സീറ്റ് കുറയാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. UDFിന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് 2ൽ നിന്നും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2-3 സീറ്റുകൾ കൂടി അധികം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും. LDFിന് കയ്യിലുള്ള 9 സീറ്റുകളിൽ നിന്നും അത് 2-3 സീറ്റുകളായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ തീർച്ചയായിട്ടും LDFിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. BJP വോട്ടുകൾ നോക്കുമ്പോഴത്തേക്കും പലയിടത്തും നിർണായകമാകും. അത് BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ സീറ്റുകളൊന്നും തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യത നിലവിൽ കണ്ണൂരിലില്ല എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ UDFിന് സീറ്റ് കുറച്ച് അധികം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. LDFിന് ഒരു തിരിച്ചടിയാണെങ്കിൽ പോലും വലിയ തോതിലുള്ള സീറ്റ് കുറവെന്നല്ല, എങ്കിൽ പോലും കയ്യിലുള്ള സീറ്റുകളിൽ നിന്നും 2-3 സീറ്റുകൾ കുറയും. അതിൽ ഈ പറയുന്ന തോതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിമറിയാവുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന തോതിൽ 50-50 ചാൻസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലയിടങ്ങളിലൊക്കെ തന്നെ വിജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം നന്നായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2021 ഒരു തരംഗമുണ്ടായി കണ്ണൂർ, പക്ഷേ 2026 ഒരു തരംഗമായി മാറത്തില്ല എന്നാണ് സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ട് ആയിരിക്കണമെന്നില്ല യഥാർത്ഥ റിസൾട്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളത് 9-ാം തീയതി ജനങ്ങൾ വിധി എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എന്തത്ഭുതമാണ് കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കുറയും, UDFിന് സീറ്റ് കൂടും. അതല്ല ഇനിയിപ്പോൾ സർവേ റിസൾട്ടിനെ അട്ടിമറിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം ഈ പറയുന്ന തോതിൽ LDFിനെ നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.